നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ഞൾ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഇത്രത്തോളം മഞ്ഞളായിരുന്നു വിളവെടുത്തപ്പോൾ കിട്ടിയത്. ഇത് ഇങ്ങനെയല്ല, എടുക്കുമ്പോഴേക്കും നമ്മൾ മണ്ണും ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെമ്മിൻ്റെ പാർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ടാട്ടോ എടുക്കുന്നത്. ഇതിൽ കുറച്ച് മഞ്ഞൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൻ്റെ തന്നെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഹാർഡായിരുന്നു. പിന്നെ മിക്കതും കിളുന്തായിരുന്നു. മൂപ്പുണ്ട്, എന്നാൽ ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ലോണം കഴുകി 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലർ മഞ്ഞൾ ഇതുപോലെ തന്നെ പുഴുങ്ങി ഇതുപോലെ തന്നെ ആയിരിക്കും ഉണക്കുന്നത്. പക്ഷെ ഞങ്ങളിത് ചെറുതായിട്ടരിഞ്ഞ് നമ്മുടെ തന്നെ മിക്സിയുടെ ജാറിൽ പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പുറത്ത് കൊണ്ട് പൊടിക്കാനുള്ള അത്രയൊന്നും സാധനമില്ല. അത്യാവശ്യം വലിയൊരു കലത്തിലാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഒരു മീഡിയം തീയിൽ കുറച്ചധികം നേരം ഇത് നല്ലോണം ഒന്ന് പുഴുങ്ങാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി തന്നെ എല്ലാം പുഴുങ്ങി കിട്ടിയായിരുന്നു. എന്നിട്ട് നമ്മളത് വാർത്തിട്ടു. അപ്പോൾ രാവിലെ തന്നെ വെയിലടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ ചെറിയ റൗണ്ടുകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത്രത്തോളം നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണക്കി കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ദിവസം വെയിൽ കൊണ്ടപ്പോൾ തന്നെ നല്ലോണം ഉണങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ മഞ്ഞൾ റെഡിയായിരിക്കുന്നു. ഇത് കണ്ടോ, നല്ല കളറുണ്ട്, നല്ല മണമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി എടുത്ത് അങ്ങ് വെക്കുമ്പോൾ തന്നെ നല്ല നിറം ഉണ്ടാവും. നമ്മൾ കുറച്ചിട്ടാൽ മതിയാവും കറിക്കൊക്കെ.